നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വളരെ നടുക്കുന്ന നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. ഈ നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസ് ലൈൻ, JP ലൈൻ തുടങ്ങിയ ഇട റോഡുകളിൽ ചില വീടുകൾക്ക് മുന്നിലെ തൂണുകളിൽ ചുവപ്പ് നിറത്തിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വലിയ ആശങ്കയാണ് ഇത് നാട്ടുകാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേമം പോലീസ് ഈ സംഭവം എന്താണ് എന്നതടക്കമുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ്. മാസ്ക് ധരിച്ച ഒരാൾ പകൽ സമയത്ത് ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി വീടിന് മുന്നിൽ ചുവപ്പ് നിറം അടയാളപ്പെടുത്തുകയായിരുന്നു. ഇത് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ CCTV ദൃശ്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ആരാണ് മാസ്ക് ധരിച്ച് പകൽ സമയത്ത് ഇത്തരത്തിൽ വരുന്ന ഈ വ്യക്തി? ഇയാൾ എന്തിന് ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി വീടിന് മുന്നിൽ ചുവപ്പ് നിറം അടയാളപ്പെടുത്തുന്നു? അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. തീർച്ചയായിട്ടും വളരെ നാടകീയമായ സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിലെത്തി കവർച്ച നടത്തുന്ന സംഘങ്ങൾ വീടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ചുവപ്പ് മാർക്ക് അടയാളപ്പെടുത്തുന്നതെന്ന സംശയം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ മറ്റെന്തെങ്കിലുമാണോ ചോദ്യം ബാക്കിയാവുന്നു. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടെ അന്വേഷണ സംഘം ഇത് ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. വീട്ടുടമകൾ ജാഗ്രത പാലിക്കണമെന്ന് നേമം പോലീസ് അറിയിച്ചു. 4 വർഷം മുൻപ് സമാനമായ രീതിയിൽ കറുത്ത സ്റ്റിക്കറുകൾ പതിച്ച് നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നതായും ഈ ഒരു നാട്ടുകാരടക്കം പ്രതികരിക്കുന്നുണ്ട്. അതായത് വീടുകളിലും മറ്റും കറുത്ത സ്റ്റിക്കറുകൾ കാണുകയായിരുന്നു ഈ ഒരു സംഭവം. അതായത് എന്തടക്കമുള്ള കാര്യങ്ങളിൽ സമൂഹ മാധ്യമങ്ങളടക്കം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അന്നുണ്ടായി. പക്ഷെ അതൊക്കെ തെറ്റാണ്. അതായത് വീടുകളിലും മറ്റും കറുത്ത സ്റ്റിക്കറുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം തെറ്റാണെന്ന് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയ കാര്യമൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ തെറ്റായ സന്ദേശം നൽകിയതിന് 24 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ടായിരുന്നുവെന്നുമാണ് ലോക്നാഥ് ബെഹ്റ അന്ന് വ്യക്തമാക്കിയത്. അന്ന് സംഭവിച്ചത് ഇപ്രകാരമാണ്. ജനലുകളിലും വാതിലുകളിലും കറുത്ത സ്റ്റിക്കർ പതിക്കുന്നതിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ സന്ദേശം പ്രചരിക്കുന്നത് റേഞ്ച് IG-മാർ അന്വേഷിക്കുമെന്നും ഭീതി ഉളവാക്കുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയും അന്ന് വ്യക്തമാക്കിയതാണ്. കവർച്ചക്കാർ കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച് വീടുകൾ അടയാളപ്പെടുത്തുന്നുവെന്ന പ്രചാരണം കോട്ടയത്തായിരുന്നു തുടങ്ങിയത്. പിന്നീട് കേരളമാകെ അത് വ്യാപിച്ചു. പോലീസിന്റെ സന്ദേശമെന്ന വ്യാജേനയാണ് വാട്സാപ്പ് വഴി അത്തരത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തിയത്. വൈക്കം തലയോല പറമ്പിനടുത്ത് ചില വീടുകളുടെ ജനാല ചില്ലുകളാണ് സ്റ്റിക്കറുകൾ ആദ്യം കണ്ടത്. 1 മാസം പിന്നിട്ടപ്പോൾ തൃപ്പൂണിത്തുറയിലും സ്റ്റിക്കർ പ്രത്യക്ഷപ്പെട്ടു. തിരുവനന്തപുരത്തും തൊടുപുഴയിലും കണ്ണൂരിലും സ്റ്റിക്കർ ഭീതി വ്യാപിച്ചു. ഇതോടെയാണ് ഭയപ്പെടേണ്ടതില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും രംഗത്തെത്തിയത്. എന്തായാലും അന്നത്തെ ആ കറുത്ത സ്റ്റിക്കർ അത് വലിയ ഭീതി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതാ വീടുകൾക്ക് ആളില്ലാത്ത വീടുകൾക്ക് മുന്നിൽ ചുവപ്പ് നിറം അടയാളപ്പെടുത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആരാണ് മാസ്ക് ധരിച്ചെത്തിയ വ്യക്തി? അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.